റെഡിയായാ? റെഡിയായി പോവാ. ഇതെന്നെ കാണിച്ചു വെച്ചേക്കണം. ഇതെന്നാടി പിള്ളേരെ പോലെ മുടിയൊക്കെ കെട്ടി വെച്ചേക്കണം. നീ പിന്നെ നിങ്ങളല്ലേ പറഞ്ഞത് അമ്മനെ നമ്മുടെ മകളെ പോലെ നോക്കണോന്ന് എന്ന് പറഞ്ഞ കൊച്ചിന്റെ റിബണൊക്കെ എടുത്ത് വെച്ച് കെട്ടി. നീ ഇപ്പൊ ഞാൻ താമസിച്ചെങ്കിൽ നീ യൂണിഫോം മേടിച്ചല്ല അമ്മേനെ. ഇതേ പെൻഷൻ മേടിക്കാൻ കൊണ്ടുപോയല്ല, സ്കൂളിലെ പ്രവേശനോത്സവത്തിന് കൊണ്ടുപോയല്ല. ഇതിപ്പോ അവര് പെൻഷൻ തരികയല്ല. അവിടെ ചെല്ലുമ്പോൾ 60 വയസ്സായാലും പറഞ്ഞ് തള്ളേനെ എന്റെ കൂടെ പറഞ്ഞു വിടും. മീരെ വെറുതെ അമ്മേനെ കോലം കെട്ടിക്കരുത്. ഞാൻ പറഞ്ഞേക്കാം പെൻഷൻ കൊണ്ടുപോകൊണ്ടാണ് നീ തുടച്ചത്. ആവശ്യമില്ലാതെ. അതെ, അമ്മ വല്ലതും കഴിച്ചായിരുന്നാ? ഇല്ല, ഒന്നും കഴിച്ചില്ല. ആ പുട്ട് കഴിച്ചു. പുട്ട് കഴിച്ചാ? പുട്ട് കഴിച്ചിട്ട് ഇവിടെ ഇരിക്കുകയായിരുന്നു. ഞാൻ പിന്നെ തവക്കണക്കെ ഇങ്ങനെ കുത്തി ഇറക്കിയതാ. അമ്മോടെ ഇരുന്നേ. പുട്ടിന് കറിയൊന്നും ഇല്ലായിരുന്നു? കറിയുണ്ടായിരുന്നു, മുളക് പൊട്ടിച്ചത്. ആ, ഒരു കാര്യം ചെയ്യേ, ആരെങ്കിലും പുട്ടിന് മുളക് പൊട്ടിച്ച് തരുമോ? അമ്മ ഇനിയിപ്പോ ഒന്നും കഴിക്കണ്ട. ഞാൻ പോണ വഴി അമ്മക്ക് കുഴിമന്തി വാങ്ങിച്ചു തരാം. ഒരു കുഴിമന്തിയും വേണ്ട, എനിക്ക് ചമ്മന്തി ശാലം കഞ്ഞിയും തന്നാ മതി. ഇതെന്നാ വർത്താനം അമ്മ പറയണ? പിന്നെ ആളുകൾ കേട്ട് കഴിഞ്ഞാൽ എന്ത് പറയും? ആരമ്മണി ചേച്ചി കേട്ട് കഴിഞ്ഞാൽ എന്ത് പറയും? അമ്മേനെ ഞങ്ങൾ നോക്കണമെന്നല്ലേ പറയുള്ളൂ. എന്റെ കൈവെള്ളം വെച്ചല്ല അമ്മേനെ നോക്കണത്. അമ്മേനെ പൊന്നു പോലെയല്ലേ അമ്മ നോക്കണം? ആ, പൊന്നു പോലെ നോക്കുന്ന വല്ലപ്പോഴും കൊണ്ട് നീ പണയം വെക്കും. ഇവളെന്നെ കല്ലെ പിടിച്ച് മാറ്റണമെന്ന് ഉറച്ചു നോക്കൂ. എനിക്കറിയാം. ഞാൻ ജംഗ്ഷനിൽ പോയിട്ട് ഓട്ടോറിക്ഷ വിളിച്ചിട്ട് വരാം. അമ്മ നടക്കണ്ട, ഓട്ടോറിക്ഷ വിളിച്ചാൽ നമുക്ക് പോകാം. ഞാൻ മുടിയൊക്കെ ഇട്ട് റെഡി ആയിട്ട് വരാം. ഇനി എന്നാ റെഡിയാകാൻ നീ? ഇടി ഇത് മതിയടി, പെൻഷൻ മേടിക്കാൻ പോകല്ലേ? ഞാൻ റെഡി ആയിട്ട് ഓടി വരാം. മതിയടി അത്. അമ്മ ഒന്ന് ടച്ചപ്പ് ചെയ്യട്ടെ അമ്മ. അമ്മേ, അമ്മേ. ആ മോനെ. അയ്യോ, ഇതെന്താ കൊച്ചു പിള്ളേരെ പോലെ മുടിയൊക്കെ കിട്ടിയിരിക്കണത്? എന്നാ ഇപ്പൊ അമ്മനെ കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയല്ല. പിന്നെ ഒന്ന് ഒരുങ്ങിന്ന് വെച്ച് പോയാടുത്ത് പോ. ഞാൻ വണ്ടി വിളിച്ചോണ്ട് വന്നിരിക്കാം, നമുക്ക് പെൻഷൻ മേടിക്കാൻ പോവാ. എടപ്പ വണ്ടി വിളിച്ചോണ്ട് വന്നിരിക്കുന്നു. എടാ, അവൻ സുഗുണനെ കൂടെ പോയിരിക്കാം വണ്ടി വിളിക്കാൻ. അവൻ എന്നെ പറഞ്ഞു വിട്ട അമ്മ, അമ്മ വാന്ന്. ഇല്ലില്ല, നീ ഇത് അവനെ വരട്ടെ. നീ ഇവിടെ നിൽക്കാം, വന്നിട്ട് വാ. ഒന്ന് വാമ്മ. സുഗുണം വരട്ടെ. അവിടെ റോഡിലൊക്കെ ഭയങ്കര ബ്ലോക്ക് അമ്മ. അവൻ അവിടെ ഉണ്ട്, നമുക്ക് ഒരുമിച്ച് പോകാം. എന്നാ ഒരു കാര്യം ഇവളോട് ഞാൻ പറയാം. അവളോട് പറയണേ എന്തിനാ? അമ്മ ഇങ്ങ് വന്നേ. അമ്മ പിടിച്ച് വലിക്കരുത്, വലിക്കരുത്. എന്റെ അമ്മ ഇങ്ങോട്ട് വാമ്മ. ഇത് അവനെന്നെ ഒരുക്കി അവൻ അവിടെ നിപ്പണ്ടെന്ന് വന്നേ അമ്മ. അമ്മ പോവാ അമ്മ. അമ്മേ, അമ്മേ, അവര് പോയാ? അത് നല്ല പണിയായി പോയി. എന്നെ വിളിക്കാണ്ട് പോയല്ലേ? ഹലോ ഹലോ, സുണൻ ചേട്ടാ, നിങ്ങൾ എന്ത് പണിയാ കാണിച്ചാ? ഞാനിവിടെ റെഡി ആയിട്ട് നിക്കണെന്ന് അറിയാൻ പാടില്ല നിങ്ങക്ക്? ഞാനിവിടെ ഓട്ടോറിക്ഷ ഇല്ല, ഇവിടെ നിൽക്കുകയാണ് സ്റ്റാൻഡില്. അല്ല, അപ്പൊ അമ്മയില്ലേ നിങ്ങളുടെ കൂടെ? അമ്മ വീട്ടിലിരിക്കല്ലേ? വീട്ടിലാ? ഇവിടെയൊന്നും ഇല്ലേട്ടാ അമ്മ. എന്നാ അമ്മ അപ്പുറത്തെ രമണിച്ചേട്ടന്റെ അപ്പുറത്തെ വീട്ടിലെ വല്ലതും ഞാൻ ചോദിക്കട്ടെ, ഞാൻ വിളിക്കാവേ. ചേട്ടാ, രമണ ചേട്ടാ, ഞങ്ങളുടെ അമ്മ അങ്ങോട്ട് വന്നായിരുന്നാ? വന്നില്ല, ഇവിടെ ഇല്ല. വന്നില്ലേ? അയ്യോ ചേച്ചി, ഞങ്ങളുടെ അമ്മ അങ്ങോട്ട് വന്നാ? ഇവിടെ വന്നില്ല. അങ്ങോട്ട് വന്നില്ലേ? ഇല്ലേ. അമ്മ ഇത് ഇവിടെ അകത്തെങ്ങാനുണ്ടോ? ഇന്നില്ല, വെള്ളിയാഴ്ച വാ. അയ്യോ, ചേട്ടനായിരുന്നോ? ചേട്ടൻ, ഞാൻ ഇവിടെ മൊത്തം നോക്കിയിട്ട് അമ്മനെ കാണുന്നില്ല. കാണാനല്ലോ, നീ ഒരിക്കൽ അമ്മേനെ ഇല്ലാണ്ടാക്കി. എനിക്കറിയാൻ പാടില്ല. ഈ അമ്മ ഇതെങ്ങോട്ട് പോയ? അമ്മേ, അമ്മേ, ചേട്ടാ, വല്ലവരും പിടിച്ചോണ്ട് പോയേട്ടാ. കയ്യിലും കഴുത്തിലൊക്കെ കിടക്കണ ഊരി എടുത്തിട്ടുണ്ടാവോ? നീ ആളെ കൊള്ളാലാടി. നിനക്ക് എന്റെ അമ്മ പോയാലല്ല സങ്കടം അല്ലേ? അമ്മയുടെ കയ്യിലും കഴുത്തിലും കിടക്കണ സ്വർണ്ണാണ് നിനക്ക് വേണ്ടല്ലേ? നിനക്ക് എന്റെ അമ്മയുടെ സ്നേഹമില്ലല്ലേ? നീ ഇങ്ങനെ സംസാരിക്കരുത്. എടി 7000 രൂപയാണ് പെൻഷൻ. അത് പോയാലും നിനക്കൊരു ബുദ്ധിമുട്ടില്ലല്ലേ? അമ്മ ഇതിവിടെ അന്വേഷിക്കേട്ടാ. അമ്മേ, ചേട്ടാ, പോലീസുകാരല്ലേട്ടാ വരുന്നത്? എന്തിനാ പോലീസ് ഇങ്ങോട്ട് വന്ന? എനിക്കറിയാൻ പാടില്ല. സൂണന്റെ വീട് എവിടെയാ? സൂണന്റെ വീട് എവിടെയാണ്? നീ ആരാ? നിന്റെ പേരെന്തോ? സൂണനാരാ? സൂണനാരാ? ഞാൻ PP സൂണനാണ് സാറേ. ഏത് സൂണനാണ്? PP സൂണനാരാ? PP സൂണൻ. അപ്പൊ നിനക്ക് എന്റെ വീട് അറിയാൻ വേണ്ട? അറിയാം സാറേ. PP ആണ് അന്വേഷിക്കണം അറിയാതെ. വെള്ളത്തിലൊക്കെയാണോ? ഇല്ല സാറേ, സൂണന്റെ ഭാര്യയാണ് സാറേ. ഇവരെന്താ ഇവിടെ വയ്ക്കുന്നത്? എന്റെ ഭാര്യയാണ് സാറേ. നിന്റെ ഭാര്യയാണല്ലേ? ഞാൻ ഇവിടെ മാറി. ഒരു മാൻ മിസ്സിംഗ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു സ്ത്രീയെ കാണുവാനില്ല എന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വന്നിരുന്നല്ലോ. ശ്രീ എന്ന് പറഞ്ഞ ഇവിടെ അമ്മ ഞാൻ പ്രായമായ ഒരു സ്ത്രീ ഇവിടെ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞ സ്റ്റേഷനോട് കോൾ വന്നു. ആരാ സാറേ ഫോൺ വിളിച്ചു പറഞ്ഞു? എടാ രഘു, ആ ഭാർഗവൻ ചേട്ടന്റെ മകനാണ്. അവന് മുറ്റത്ത് കാലി തീർത്തവനാണ്. ഞാൻ കല്യാണം കഴിച്ച് ഇവളെയും കൊണ്ട് ഇവിടെ എന്ന് കയറിയാ ആ പുറകെ അവനും വന്ന് കയറി. എന്നിട്ട് ഇവളെന്നോണ്ട് ശൂശു എന്ന് പറഞ്ഞ് ഭയങ്കര ശല്യാണ് സാറേ. അങ്ങനെ ഞാൻ ഓടിച്ചെന്ന് അവനായിട്ട് വഴക്കിട്ട് ഇപ്പൊ അവിടുത്തെ വഴിയൊക്കെ അടച്ച്. അപ്പോഴവനോട് പറഞ്ഞ് നിനക്കിട്ടൊരു പണി തരുമെന്ന്. അപ്പൊ അവൻ മനഃപൂർവ്വം പരാതി എന്നാണ് സാറേ. ഇവിടെ ശൂശു എന്ന് വിളിച്ചിട്ട് ഞാൻ വഴക്കിട്ടാണ്. അതിന്റെ പ്രശ്നം എനിക്ക് അങ്ങനെ പറ്റുന്നതാണ്. അല്ല സാർ, ഇവിടെ ഇരട്ട പേരാണ് ശൂശു എന്നുള്ളത്. അപ്പൊ ഇവിടുന്ന് ആരും അങ്ങനെ മിസ്സിംഗ് ആയിട്ടില്ല? ഇല്ല സാറേ. അപ്പൊ നമുക്ക് റോങ് ആയിട്ടാണ് വന്നത്. അതെ സാറേ. ഒരു കാര്യം ചെയ്യാം, അമ്മയെങ്കിൽ വിളി, ഞാനൊന്ന് കണ്ടേച്ചു പോവാം. ഇവിടെ അമ്മയെങ്കിൽ വിളിയോ, ഞാനൊന്ന് കണ്ടേച്ചു പോവാം.
ഇവിടെ ഉണ്ട് സാറേ. അമ്മ ഇവിടെ പോയാ വിളിക്കുന്നുണ്ട്, ഞാൻ കണ്ടിട്ട് പോന്നേ. അമ്മ കുളിക്കണേ സാറേ. അമ്മ കുളിക്കാണ്. കൂളിയാ കുഴപ്പമില്ല, ഞാൻ വെയിറ്റ് ചെയ്യാൻ വിളി എന്നിട്ട് പോവാം. സാറേ ഇപ്പഴാ ഒരു കാര്യം ഓർത്തത് ഞാൻ. അതായത് അമ്മ കുളി കഴിഞ്ഞ് നേരെ കുഞ്ഞമ്മയുടെ വീട്ടിൽ പോകുന്നു പറഞ്ഞാൽ ചിലപ്പോ അങ്ങോട്ട് പോയിക്കാം. കുഞ്ഞമ്മയുടെ വീട്ടിൽ അമ്മയുടെ അനിയത്തിയുടെ വീട്ടിലേക്ക് പോകും. പിന്നാമ്പുറത്തോടെ ഇറങ്ങി ഓടും. ചിലപ്പോ അങ്ങനെ നിക്കള പോയിക്കളയും. രണ്ടുപേരുടെ നാടകം കളിക്കണം എന്റെ അടുത്ത്. ഇല്ല സാറേ, ഇല്ല സാറേ, രണ്ടുപേരുടെ നാടകം കളിക്കണം. സാറേ എങ്ങനെ ഇരിക്കില്ല സാറേ, അമ്മനെ കാണാനില്ല സാറേ. അമ്മേനെ കാണാനില്ലേ? നിനക്കറിയാൻ പാടില്ലേ? ആര് പറഞ്ഞു? നിനക്ക് അറിയാമല്ലോ, ഒന്നും അറിയാമല്ലോ. ഇല്ല സാറേ, അതാ കാണാൻ വയ്യ. നിനക്ക് രണ്ടുപേരുടെ നാടകം കളിക്കാണ്. സംഭവം മനസ്സിലായ റിലേഷേ, ആ പ്രായമായ സ്ത്രീയെ യവനും യവനോട് ചേർന്ന് തല്ലിക്കൊന്ന് കിണറ്റിട്ട് കാണും. എവിടാ എന്റെ റിജിലേഷേ? സാറേ റിജിലേഷ് നീ വാടോ, വാ വാ വാ. അവരോട് ചോദിക്കാൻ എന്റെ നാക്കിന്റെ തുമ്പത്തിരുന്ന ഡയലോഗാണ് ഞാൻ പഠിച്ച് ഷൈൻ ചെയ്തിരിക്കുന്നത്. അല്ല, തന്റെ സ്ഥിരം പണിയാണത്. അതിപ്പോ അവരെന്നെ വിചാരിക്കുന്ന താനെ ചെയ്യും, ഞാൻ കോൺസ്റ്റബിൾ വന്ന് വിചാരിക്കില്ല. സത്യം പറയാ, നീയും ഇവളും കൂടെ ചേർന്ന് ആ പ്രായമായ സ്ത്രീയെ കണ്ടിട്ടൊരു തുണി എന്നാ തുണി നോക്ക് നോക്കണോ? അല്ല, അതിന്റെ അടി ബോഡി ഉണ്ടോ നോക്കണോ? ആളുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പൊ അത് തന്നെ കേസ്. ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് വാടാ. അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണോ ഞാനേ? ഹലോ സാർ, നമസ്കാരം സാർ. ഞാൻ സംഭവ സ്ഥലം ഉണ്ട് സാർ. അതെ സാർ, ഞാനാണ് പറഞ്ഞത്. ഞാൻ കിണറ്റിലുണ്ടെന്ന് ഞാനാണ് കണ്ടുപിടിച്ചത്. അതെ സാർ, ഞാനാണ് കണ്ടുപിടിച്ചത് കിണറ്റിലുണ്ടെന്ന്. അത് കാണാൻ പറ്റില്ല സാർ, അതുപോലെ ഇതായിട്ട് കിടക്കാം, തലയൊക്കെ അടിച്ചിട്ടേ വിഷയമായിട്ട് കിടക്കാണ് സാർ. കുഴപ്പമില്ല സാർ, ഒരു ബറ്റാലിയും കൂടെ ഇറക്കേണ്ടി വരും, കൂടുതൽ ഫോഴ്സിനെ ഇറക്കേണ്ടി വരും സാർ. ഓക്കെ സാർ, ആയിക്കോട്ടെ, ഞാൻ നോക്കിക്കോളാം സാർ. ശരി, ഓക്കെ. എന്താ സാറേ ഇവിടെ സാറുമാരൊക്കെ വന്നിരിക്കുന്നത്? ഇവിടെ ഒരു പ്രായമായ സ്ത്രീയെ തല്ലിക്കൊന്ന് കിണറ്റിട്ടിരിക്കുക. അയ്യോ, ആര്? അത് ഈ മറ്റേ അവന്റെ അമ്മ കിണറ്റിലോ? അവർ രണ്ടുകൂടെ ചേർന്നിട്ടിരിക്കുക. അയ്യോ, എന്താണ്? ഏത് പെട്ടുപിള്ളയാണാ കൊന്ന അതിനകത്തിട്ടത്? ഈ പ്രായമായി എനിക്ക് ഇനി കേസും പഴക്കോട്ട് നടക്കാൻ. ഞാൻ അമ്മേനെ തല്ലിക്കൊന്ന് കിടത്തിയിട്ടെന്നാണ് സാർ പറയണത്. അയ്യോ, ആണ്ട് എന്നെ തല്ലിക്കൊന്ന് കിണറ്റിലിട്ട്. വിഷമിക്കരുത്. അമ്മച്ചി കിണറ്റിൽ വീണ് മരിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അന്വേഷിച്ചാൽ നീതി ഞാൻ അമ്മച്ചിക്ക് മേടിച്ചു തന്നിരിക്കും. ഞാനാണ് പറയുന്നത്. അമ്മച്ചിയുടെ സൈഡാണ് ഞാൻ. അമ്മച്ചിയെ തല്ലിക്കൊന്ന് എന്തിനാ സാർ? അമ്മച്ചി മരിച്ചിട്ടില്ലല്ലോ, എന്റെ അമ്മയാണ് പറഞ്ഞ പോലെ. അയ്യോ അയ്യോ, അല്ലപ്പോ കിണറ്റി കിടക്കണം. എന്താണ് ആരോ വിളിച്ചു പറഞ്ഞാരോ ഇത്? രഘു. എവിടെ ആ രഘുവിന്റെ വീട്? രഘുവിന്റെ വീട് എവിടെ? അപ്പുറത്ത്. നീ ഒരു കാര്യം, ഞാൻ രഘുവിനെ പിടിച്ചോണ്ട് രണ്ടെണ്ണം അവന് കൊടുത്തിട്ട് ബാക്കി ഞാൻ ഇവിടെ ഒന്ന് കൊടുത്തു. അമ്മയുടെ സെറ്റ് സാരി കിടക്കണം പറഞ്ഞാൽ കോളിനെല്ലാം കയറി പിടിക്കും, എന്നെ ഇവിടെ പൊളിക്കാൻ. സെറ്റ് സാരി ആയെന്ന് പറഞ്ഞു വേണമായിരിക്കും. അജയൊന്നും മനുഷ്യന് ഇവിടെ ഉയരിഞ്ഞിരിക്കണം, അറിയാവോ? തള്ള കാണിച്ചു പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സാറേ, എന്താ സാറേ ഇവിടെ? എന്താ പ്രശ്നം? ഞാൻ ഇതിന് വഴി പോയപ്പോ കയറിയ വെറുതെ. എന്താ സംഭവം? ഇവിടെ പൊളിഞ്ഞു വട്ടം കീറി നിൽക്കുക. അവിടെ പോടോ, താൻ തന്നെ പണിക്ക് പോടും. അമ്മ ഇങ്ങനെ എന്താ? ഞാൻ ആ വണ്ടിക്കാരനെ പറഞ്ഞു വിട്ട സമയത്ത് അമ്മ ഇങ്ങോട്ട് ഓടിപ്പോന്ന. പിന്നെ വരണ്ടേ? ഒരു കാര്യം പറഞ്ഞേക്കാം, കാശ് സൂക്ഷിച്ചു വെക്കണം. അമ്മക്ക് ചെലവ് കുറെ ഉള്ളതാണ്. ഞാൻ ഒരു അമ്മക്ക് മേടിക്കേണ്ട ഹോർലിക്സ്, ബൂസ്റ്റ്, പഴം, ആപ്പിൾ എല്ലാം മേടിച്ച് കഴിച്ചോണം. ഒരു മാസത്തെ ചെലവ്. അമ്മക്ക് കാശ് കിട്ടിക്കഴിഞ്ഞാൽ അമ്മ ആർക്കെങ്കിലും എടുത്ത് കൊടുക്കും കേട്ടോ. ഞാൻ വണ്ടിക്കാശുള്ള കാശ് മാത്രമേ എടുത്തിട്ടുള്ളൂ. സൂക്ഷിച്ചു വെക്കണം. പറഞ്ഞേട്ടല്ല, കുറെ ചെലവുള്ളതാണ്. എടാ, ഞാൻ പോകട്ടെ, കുറെ ആവശ്യമുള്ളത്. നീ വന്നേ, മോനിക്ക് വന്നേ. എന്നാ അമ്മേ? കണ്ടോ, എന്റെ മൂത്തപ്പനാ. അവൻ ഒരു മാസം ചെലവിനുള്ള കാശ് എനിക്ക് തന്നിട്ട് പോവാ. ഞാൻ ഹോർലിക്സ് മേടിക്കണം, ബൂസ്റ്റ് മേടിക്കണം, കണ്ടോ, എണ്ണ മേടിക്കണം, കുഴമ്പ് മേടിക്കണം, സുഖമായിട്ട് തേച്ച് കുളിച്ച് ഇങ്ങനെ കഴിക്കണം. എന്റെ ഉത്തരവാദിത്വം. കണ്ടോ, അവൻ സ്നേഹമുള്ളവനാ. അതാ ഇത്ര 50 രൂപ. എത്ര രൂപ പെൻഷൻ കിട്ടുന്ന? എത്ര രൂപ? 7,000 രൂപ. 7 മാസത്തെ പൈസ. നിനക്ക് നാണം ഉണ്ടോ? നിനക്ക് നാണം ഉണ്ടോടാ? 7,000 രൂപ ആ പാവപ്പെട്ട അമ്മയെ പറ്റിച്ച് മേടിച്ചു. നീ ഒരു 50 രൂപ ഒരു മാസത്തെ കൊടുത്തിരിക്കുന്നു. ആ പാവപ്പെട്ട സ്ത്രീ എന്തിനാ പറ്റിക്കുന്നത്? എല്ലാ പ്രാവശ്യവും ഞാനിങ്ങനെ ഒരുക്കി നിർത്തും അമ്മേനെ. ഇയാൾ ഇവിടുന്ന് 10 കിലോമീറ്റർ അപ്പുറത്ത് താമസിക്കണാണ്. എന്നിട്ട് ഇയാൾ വന്ന് പെൻഷൻ മേടിച്ചോണ്ട് പോകും സാറേ. സ്ഥിരം പരിപാടിയാണ് ഇയാളുടെ. എടാ, 10 കിലോമീറ്റർ അപ്പുറത്ത് താമസിക്കുന്ന നീ എന്തിനാ പാവപ്പെട്ട അമ്മയെ പറ്റിക്കുന്നത്? ആ അമ്മ നിൽക്കുന്നത് ഇളയമോനല്ലേ? നീ ഈ ഇളയമോന്റെ ഭാര്യയുടെ കൂടെ അല്ലേ അമ്മ നിൽക്കുന്നത്? അപ്പൊ അവർക്കല്ലേ 7,000 രൂപ പെൻഷൻ കിട്ടുന്നത്? പറ്റിച്ച് മേടിച്ചോണ്ടോ? അവൻ എവിടെ താമസിക്കണം സാർ ചോദിക്കും. എവിടെ സുഹൃത്താ നിങ്ങൾ താമസിക്കുന്നത്? ഞാൻ വൈഫ് ഹൗസില്. വൈറ്റ് ഹൗസിലാ? അമേരിക്കയിലാ? വൈറ്റ് ഹൗസിലല്ല, വൈഫ് ഹൗസ് ഇവിടെ വീട്ടിൽ. അതെവിടെ? എവിടെയാ സ്ഥലം? അത് പോഞ്ഞിക്കരെ.
പൂഞ്ഞിക്കര നല്ല ദൂരം ഇല്ലടോ ആ പിന്നെ ഇവിടെ ഉണ്ട്. ഇവിടുന്ന് 22 കിലോമീറ്റർ ഉണ്ട് സാറേ. അപ്പൊ അത് ശരി. അപ്പൊ അമ്മ ഇവിടെ ഒറ്റയ്ക്കാണ്? ഞാൻ ഒറ്റയ്ക്കാ. രണ്ടുപേരും 10 22 കിലോമീറ്റർ അപ്പുറം. കിട്ടിയാടോ അവനെ? ഇല്ല സാറേ, ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ആള് വീട്ടിലില്ല. ആള് വീട്ടിലില്ല, മുങ്ങിയെന്നാ തോന്നുന്നു. അത് കുഴപ്പമില്ല, അവനെ ഞാൻ പൊക്കിക്കോളാം. അവൻ വരുമ്പോ ഞാൻ പറയാം സാറേ. അപ്പൊ നീ ഒരുപാട് അങ്ങ് പറയാൻ നിൽക്കില്ല, ഇത്ര നീ പറഞ്ഞാ പോലെ എനിക്ക്. എടാ ഇപ്പൊ പെൻഷൻ എന്നും പറഞ്ഞിട്ട് 2 എണ്ണം ഈ മുറ്റത്ത് കാല് കുത്തിയാ മുട്ടടിക്കാൻ പൊട്ടിക്കും രണ്ടിനെ. ഇല്ല സാർ, ആവശ്യമില്ലാത്ത ഒരു കാര്യം ചെയ്യും. എന്നാ സാറേ? അമ്മ വെള്ള പേപ്പറിൽ ഒരു പരാതി ഇപ്പൊ തന്നെ തൂക്കിയാ കണ്ടാ തൂക്കട രണ്ടിനെ. വേണ്ട. തൂക്കട രണ്ടിനെ. അയ്യോ സാറേ കൊണ്ടുപോകല്ലേ. യൂട്യൂബിൽ ലാലം വലിക്കാതെ. അയ്യോ സാറേ, ഈ പെൻഷൻ കിട്ടുമ്പോഴാ വല്ലപ്പോഴും ഇവന്മാർ ഇവിടെ വീട്ടിൽ വരുന്നത്. അന്നേരം വേറെ മുഖമൊന്നും ഞാൻ കാണുന്നത്. അവിടെ ഒന്നും ചെയ്യണ്ട സാറേ. അപ്പൊ അങ്ങനെ ഇവന്മാരെ കാണാൻ അതെ, അതെ. കൊണ്ടുപോണ്ടേ ഇവന്മാരെ? കൊണ്ടുപോണ്ട. ഒരു കാര്യം ചെയ്യ്, ഈ അമ്മ പറഞ്ഞത് കൊണ്ടും ഞാൻ ഇച്ചിരി തിരക്കായതുകൊണ്ട് നിന്നെ 2 എണ്ണത്തിന് ഞാൻ വെറുതെ വിടുക. ഇനി നിന്നെ കുറിച്ച് ഇങ്ങനെ കംപ്ലൈന്റ് കിട്ടിയാ 2 എണ്ണത്തിന് ഞാൻ തൂക്കിയെടുത്താത്തരും കേട്ടോ. ഞാൻ ഇച്ചിരി തിരക്കായി പോയി, ഞാൻ പോട്ടെ. ഞാൻ സാറേ തിരക്കെന്നാന്ന് എന്നറിയാം അമ്മച്ചി, ഞാൻ എന്റെ അമ്മച്ചിയെ ഒരുക്കി വീട്ടിൽ നിർത്തിയിരിക്കുകയാണ്. ആണോ? കാരണം ഞാൻ ചെന്നിട്ട് വേണം അമ്മച്ചിയെ കൊണ്ട് അമ്മച്ചിയുടെ പെൻഷൻ കാശ് മേടിക്കാൻ പോകാൻ. അല്ലെങ്കിൽ അനിയച്ചാരും വന്ന് മേടിച്ചോണ്ട് പോകും. അതുകൊണ്ടാണ് ജീപ്പറോ ടയറ് പഞ്ചർ സാറേ. അയ്യോ എന്റെ അനിയച്ചാരന്റെ 7000 രൂപ കൊണ്ട് പോയേ. അങ്ങനെ തന്നെ. Comedy Masters.